പല വിധത്തിലുള്ള അതിക്രമങ്ങൾക്ക് സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ ഇരയാകേണ്ടി വരുന്നു. മുമ്പെങ്ങും ഇല്ലാത്ത വിധം വളരെ കൂടുതലാണ് കുഞ്ഞുങ്ങൾക്കെതിരായ അതിക്രമം ഇപ്പോൾ സമൂഹത്തിൽ. കുഞ്ഞുങ്ങൾക്ക് നേർക്കുള്ള ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നെഞ്ചു പൊട്ടാറുണ്ട്. കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും അത്രമേൽ സുന്ദരമാണ്. ഒരു കുഞ്ഞിനെ ഒരിക്കലെങ്കിലും തലോടാതെയും താലോലിക്കാതെയും ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. കുരുന്നുകളുടെ നിഷ്കളങ്കമായ മുഖം കണ്ണിമ വെട്ടാതെ എത്ര നേരം വേണമെങ്കിലും നോക്കിയിരിക്കാം. മാതൃപിതൃസ്നേഹം കുഞ്ഞിനെ സമൂഹത്തിലെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്നു. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ മാതൃത്വവും പിതൃത്വവും എത്രമാത്രം നിറവേറുന്നുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമായി ഉയർന്നു നിൽക്കുന്നു. അടുത്ത കാലത്തായി നാം കേൾക്കുന്ന വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തിൽ നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഒട്ടും ആശാസ്യമല്ല. അച്ഛന്റെ കൈപിടിച്ച് നടക്കേണ്ട കുഞ്ഞുങ്ങൾ ആ കൈകളാൽ തന്നെ കൊല്ലപ്പെടുന്നു. കരുത്തും കരുതലുമാകേണ്ട അച്ഛനമ്മമാർ തന്നെ കുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. ജന്മം നൽകിയ ഉടൻ കുട്ടികളെ ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം ഈ നാട്ടിൽ ഒരു മാറ്റവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞിനെ അച്ഛൻ കൈമുട്ടുകൊണ്ട് വയറ്റിലിടിച്ച് കൊലപ്പെടുത്തിയത്. പലവിധ വൈകൃതങ്ങൾക്ക് അടിമകളായവർക്ക് കുഞ്ഞുങ്ങളുടെ ചിരിയും കരച്ചിലുമെല്ലാം അരോചകമായി തോന്നും. ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിനിടെ കുഞ്ഞ് കരഞ്ഞുണർന്നതാണ് ഷിജിലിനെ പ്രകോപിപ്പിച്ചതും കുഞ്ഞിന്റെ കൊലപാതകത്തിന് കാരണമായതും. കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അനുവദിച്ചില്ലെന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകി. പത്തനംതിട്ട കുറ്റൂരിൽ 6 മണിക്കൂർ മാത്രം പ്രായമായ കുഞ്ഞിനെയാണ് തട്ടുകടയുടെ വരാന്തയിൽ ഉപേക്ഷിച്ചത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു തിരുവല്ല കുറ്റൂരിൽ തട്ടുകടയിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത്. നായ്ക്കളെങ്ങാനും കണ്ട് ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഇതിനകത്തായതുകൊണ്ടും ഞങ്ങൾ കണ്ടതുകൊണ്ടും നായ്ക്കൾ തൽക്കാലം ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ടും ആ കുഞ്ഞിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റി. പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞ് ആരോഗ്യവാനാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുഞ്ഞുങ്ങളെ വേണ്ടാത്തവർക്ക് സുരക്ഷിതമായി അവരെ ഒഴിവാക്കാൻ അമ്മത്തൊട്ടിൽ നാട്ടിലെല്ലായിടത്തും ഉണ്ടെന്നിരിക്കെയാണ് തട്ടുകടയിലും കുറ്റിക്കാട്ടിലും ട്രെയിനിലും ഇങ്ങനെയുള്ള പലയിടങ്ങളിലും ചോരക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പലരും മുങ്ങുന്നത്. കഴിഞ്ഞ 17-ാം തീയതി എറണാകുളത്ത് 2 വയസ്സുകാരനെ ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പൂനെ എറണാകുളം എക്സ്പ്രസിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത്. നിലവിൽ ചൈൽഡ് ലൈൻ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തു. കുട്ടിയെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി. കുട്ടിയെ ഉപേക്ഷിച്ചവരെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് പോലീസ്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ റെയിൽവേ പോലീസുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ലാളിക്കാൻ, അതിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ മുമ്പിലേക്കാണ് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതും ഉപേക്ഷിക്കുന്നതുമായിട്ടുള്ള ഇത്തരം വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. കുഞ്ഞുങ്ങളുടെ ശവമഞ്ചം ചുമക്കുമ്പോഴാണ് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുക. കുഞ്ഞുങ്ങൾക്ക് മേൽ ഇത്തരം ക്രൂരതകൾ ചെയ്യുന്ന ആളുകളെ മാതൃകാപരമായി തന്നെ ശിക്ഷ ഉറപ്പാക്കണം. ഷിജോ കുര്യൻ, 24, പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.